ഹായ് ഫ്രണ്ട്സ്, ഇന്ന് നമുക്ക് മിറർ ഗ്ലേസ് കേക്ക് തയ്യാറാക്കിയെടുക്കാം. പേര് പോലെ തന്നെ ആ ഗ്ലേസിങ് കണ്ണാടി പോലെ ഇരിക്കും. നമ്മുടെ നമ്മുടെ മുഖചിത്രം അതിനുള്ളിൽ കാണാൻ കഴിയും. ഞാനിവിടെ ഒരു 60 ഗ്രാം ചോക്ലേറ്റാണ് എടുത്തിട്ടുള്ളത്. ഇതിലോട്ട് 1 ടേബിൾ സ്പൂൺ പാല് കൂടി ഒഴിച്ച് നമുക്ക് ഡബിൾ ബോയിൽ ചെയ്ത് മെൽറ്റ് ചെയ്യണം. ഈ സമയം നമുക്ക് വിപ്പിംഗ് ക്രീം ബീറ്റ് ചെയ്തെടുക്കാം. 1 കപ്പ് വിപ്പിംഗ് ക്രീം പൗഡർ എടുക്കാം. ഇതിലോട്ട് ഒരു 1/2 കപ്പോളം പാല് കൂടി ഒഴിച്ച് നല്ലപോലെ നമുക്ക് ബീറ്റ് ചെയ്തെടുക്കാം. ഇതിൽ ഓൾറെഡി പഞ്ചസാര ഉള്ളതുകൊണ്ട് ഞാൻ അഡീഷണൽ ആയിട്ട് മധുരം ചേർക്കുന്നില്ല. നിങ്ങളുടെ കയ്യിലുള്ള വിപ്പിംഗ് ക്രീം മധുരമില്ലാത്തതാണെങ്കിൽ നിങ്ങൾ മധുരം ചേർത്ത് കൊടുക്കുക. ഞാൻ ബാക്കി പാല് കൂടി ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. ആകെ ഞാൻ 1/2 കപ്പ് പാലാണ് ഇതിനുള്ളിലേക്ക് ഒഴിച്ച് കൊടുത്തത്. അപ്പോൾ ഇന്ന് നമുക്ക് ഇതിനുള്ളിലേക്ക് 1 ടേബിൾ സ്പൂൺ കോൺഫ്ലോർ ചേർത്ത് കൊടുക്കണം. എന്നാലേ നമ്മുടെ ഈ ക്രീം നല്ല കട്ടിയായി നമുക്ക് കിട്ടത്തുള്ളൂ. അപ്പോൾ നമ്മൾ ചോക്ലേറ്റ് മെൽറ്റ് ചെയ്യുമ്പോൾ ഞാൻ മിക്ക വീഡിയോസിലും കാണിച്ചിട്ടുണ്ടായിരുന്നു. നമ്മളൊരു പാത്രത്തിൽ വെള്ളം വെച്ച് അതിന് മുകളിൽ നമ്മുടെ ചോക്ലേറ്റ് ബൗള് ഇറക്കി വെച്ചിട്ട് വേണം മെൽറ്റ് ചെയ്യാൻ. അപ്പോൾ നമുക്കിതിനുള്ളിലേക്ക് വാനില എസൻസ് 1 ടീസ്പൂൺ ചേർത്ത് കൊടുത്തൊന്ന് ബീറ്റ് ചെയ്തെടുക്കാം. ഞാൻ ചോക്ലേറ്റ് നന്നായിട്ട് മെൽറ്റ് ആയതിന് ശേഷമാണ് മിക്സ് ചെയ്തത്. നിങ്ങൾ ഇത് മെൽറ്റ് ചെയ്യുന്ന സമയത്ത് സ്പൂണിട്ട് ഇളക്കിയൊന്നും വേണ്ട. അപ്പോൾ ഇനി നമുക്കിതിനുള്ളിലേക്ക് കുറച്ച് വിപ്പിംഗ് ക്രീം ചേർത്ത് കൊടുത്തിട്ട് ഒന്നുകൂടി ഒന്ന് യോജിപ്പിച്ചാൽ നമ്മുടെ ചോക്ലേറ്റ് നല്ല പോലെ ഒന്ന് ലൂസായി കിട്ടും. കണ്ടോ, ഇതുപോലെ ഒന്ന് ചെയ്ത് എടുക്കണം. ഇതുപോലെ വിപ്പിംഗ് ക്രീം ഇതിനുള്ളിലേക്ക് ചേർത്തിട്ടൊന്ന് മിക്സ് ചെയ്യാം. പിന്നെ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത്, നിങ്ങൾ ചൂട് ജസ്റ്റ് നല്ലപോലെ ഒന്ന് കംപ്ലീറ്റ് അല്ലെങ്കിലും നല്ല ഏകദേശം ഒന്ന് ആറിയതിന് ശേഷമേ ഇതിനുള്ളിലേക്ക് ചേർത്ത് കൊടുക്കാവൂ. അത് പ്രത്യേകം ശ്രദ്ധിക്കണം. ചൂടോടുകൂടി ഈ ചോക്ലേറ്റ് ഇതിനുള്ളിലേക്ക് ചേർത്ത് കൊടുക്കരുത്. ഇതുപോലെ മെല്ലെ മെല്ലെ വേണം യോജിപ്പിച്ച് എടുക്കാൻ വേണ്ടിയിട്ട്. ഇത് നമുക്ക് അങ്ങോട്ട് ഫ്രിഡ്ജിലോട്ട് മാറ്റി വയ്ക്കാം. ഈ സമയം നമുക്ക് നമ്മുടെ കേക്ക്, ഞാനിവിടെ ഫ്രഷ് ക്രീം ഉപയോഗിച്ച് ഉണ്ടാക്കിയെടുത്ത കേക്കാണ്. ഈ കേക്കിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഇടുന്നതായിരിക്കും. ഞാൻ ഈ വീഡിയോ അപ്ലോഡ് ചെയ്തിട്ടില്ല, ചെയ്തതിന് ശേഷം ഇടുന്നതായിരിക്കും. അപ്പോൾ നമുക്കിനി ഇത് അറേഞ്ച് ചെയ്യാം. ആദ്യം നമുക്കിതുപോലൊരു തട്ടിനുള്ളിലേക്ക് നമ്മുടെ കേക്ക് വെച്ച് കൊടുക്കണം. ഇതിൻ്റെ മുകളിലേക്ക് നമ്മുടെ നമ്മുടെ വിപ്പിംഗ് ക്രീമിൻ്റെ ഫില്ലിങ് ഇതിനുള്ളിലേക്ക് വെച്ച് കൊടുക്കാം. അപ്പോൾ നിങ്ങളുടെ കയ്യിൽ ഇതുപോലെ ഒരു ടിന്നില്ല എന്നുണ്ടെങ്കിൽ സാരമില്ല. നമ്മൾ സാധാരണ കേക്ക് ഐസിങ് ചെയ്യുന്ന പോലെ ഐസിങ് ചെയ്തെടുത്താൽ മതിയാകും. നല്ല കട്ടിക്ക് വേണം ഈ ക്രീം വെച്ച് കൊടുക്കാൻ വേണ്ടിയിട്ട്. കണ്ടോ, ഇതുപോലെ സാധാരണ ഐസിങ് ചെയ്യുന്ന പോലെ ചെയ്താൽ മതിയാകും. അപ്പോൾ ഇനി നമുക്ക് ഇതിൻ്റെ മുകളിലേക്ക് അടുത്ത ലെയർ കൂടി വെച്ച് കൊടുക്കാം. ഇനി ബാക്കി മുഴുവൻ ക്രീമും നമുക്കിതിനുള്ളിൽ ഫില്ല് ചെയ്ത് വെക്കണം. ശരിക്കും നല്ല ടേസ്റ്റിയാണ്. ശരിക്കും ഇത് ചോക്ലേറ്റ് മൂസാണ്. നമ്മുടെ ഈ ക്രീം ചോക്ലേറ്റ് മൂസാണ്. ചോക്ലേറ്റ് മൂസ് വെച്ചാണ് സാധാരണ മിറർ ഗ്ലേസ് കേക്ക് തയ്യാറാക്കിയെടുക്കുന്നത്. അതുകൊണ്ടാണ് ഞാൻ ഇന്നിവിടെ ഈ കേക്ക് ഉണ്ടാക്കിയെടുത്തത്. ഇനി നമുക്ക് ഒരു 4 മണിക്കൂറെങ്കിലും ഫ്രീസറിൽ വെക്കണം. ഫ്രീസറിൽ തന്നെ വെക്കണം. നല്ല പോലെ ഒന്ന് സെറ്റായി കിട്ടട്ടെ. 4 മണിക്കൂറിന് ശേഷം നമുക്ക് ഗ്ലേസിങ് തയ്യാറാക്കിയെടുക്കാം. ഞാനിവിടെ എടുത്തിരിക്കുന്നത് ഒരു 3/2 കപ്പ് പഞ്ചസാരയാണ്. അപ്പോൾ ഏകദേശം ഒരു 10 ടേബിൾ സ്പൂൺ പഞ്ചസാര. പിന്നെ വേണ്ടത് 1/2 കപ്പ് കണ്ടൻസ് മിൽക്ക്. ഇനി നമുക്കിതിലോട്ട് വെള്ളം ചേർത്ത് കൊടുക്കണം. അതും ഒരു 3/2 കപ്പ് വെള്ളം, അതായത് 120 മില്ലി 10 ടേബിൾ സ്പൂൺ. അപ്പോൾ ഇനി അടുത്തതായിട്ട് നമുക്ക് ചേർക്കേണ്ടത് കോൺ സിറപ്പാണ്. ഞാനത് ഒരു 1/2 കപ്പ് കോൺ സിറപ്പും ചേർത്തിട്ട് നിങ്ങൾ തീ ഓൺ ചെയ്താൽ മതി. അല്ലെങ്കിൽ ഇത് അടുക്കി പിടിക്കാൻ നല്ല ചാൻസ് ഉണ്ട്. അപ്പോൾ എല്ലാം കൂടെ ഒന്നിച്ച് യോജിപ്പിച്ചതിന് ശേഷം നിങ്ങൾ ഫ്ലെയിം ഓൺ ചെയ്താൽ മതി. അല്ലെങ്കിൽ അടുക്കി പിടിച്ച് അതിൻ്റെ ആ ഒരു സ്മെല്ല് മാറും. അപ്പോൾ ഈ നല്ലപോലെ ഒന്ന് ഇളക്കി കൊടുത്തുകൊണ്ടേ ഇരിക്കുക. ഇത് തിളച്ച് കിട്ടണം നമുക്ക്, എന്നാലേ ആ മിറർ ഗ്ലേസ് കേക്ക് തയ്യാറാവുകയുള്ളൂ. അപ്പോൾ നിങ്ങൾ ഈ ഗ്ലേസിങ്, നമ്മുടെ കോൺ സിറപ്പ് നമുക്ക് ഈസി ആയിട്ട് വീട്ടിൽ തന്നെ ഉണ്ടാക്കിയെടുക്കാവുന്നതേ ഉള്ളൂ. ഒരു 1/2 കപ്പ് പഞ്ചസാരയിൽ ഒരു 1/2 കപ്പോളം വെള്ളവും ഒഴിച്ച് നിങ്ങൾ നല്ല തിക്കാവുന്നവരെ ചെയ്തെടുത്താൽ മതി. അത് തന്നെയാണ് കോൺ സിറപ്പ്. അപ്പോൾ ഇനി നമുക്ക് ചൈന ഗ്രാസ്, ഞാൻ ഒരു 4 ഗ്രാം ചൈന ഗ്രാസ് എടുത്തിട്ടുണ്ട്. ഇത് നമുക്കൊന്ന് ഉരുക്കിയെടുക്കണം. ഒന്ന് കുതിർത്തിയെടുത്ത് വെച്ചിട്ട് ഉരുക്കിയെടുക്കുക. അപ്പോൾ പെട്ടെന്ന് തന്നെ ഉരുകി കിട്ടും. അപ്പോൾ ഞാൻ നമ്മുടെ ചൈന ഗ്രാസും ഇവിടെ നന്നായിട്ടൊന്ന് ഉരുകി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ചെയ്യേണ്ടത് നമ്മുടെ ഗ്ലേസിങ്, നമ്മൾ നേരത്തെ തയ്യാറാക്കി വെച്ച ആ കൂട്ടിനുള്ളിലേക്ക് നമുക്ക് ഈ ചൈന ഗ്രാസിനെ ഒഴിച്ചു കൊടുക്കണം. കണ്ടോ, ഇതുപോലെ ഒഴിച്ചു കൊടുക്കുക. ഒന്ന് അരിച്ചെടുക്കുന്നത് നന്നായിരിക്കും.
അപ്പോൾ ഞാൻ അരിച്ചെടുത്ത് വെച്ചിരിക്കുന്ന ഗ്ലേസിംഗ് ആണ്. ഇത് നമുക്ക് ഈ പാത്രത്തിനുള്ളിലേക്ക് ഒഴിച്ച് ഒന്നുകൂടി ഒന്ന് ചൂടാക്കി എടുക്കാം. ഈ ചൈന ഗ്രാസ് ആയതുകൊണ്ടാണ് നമ്മൾ ഒന്നുകൂടി ഒന്ന് ചൂടാക്കി എടുക്കുന്നത്. ജലാറ്റിൻ ആണെങ്കിൽ ഇതിൻ്റെ ആവശ്യമൊന്നുമില്ല. അപ്പോൾ ചൈന ഗ്രാസ് ആണ് ഞാൻ ഉപയോഗിക്കുന്നത്. അപ്പോൾ ഇനി നമുക്ക് ഒരു 120 മില്ലി അതേ അളവിന് തന്നെയാണ് ചോക്ലേറ്റും എടുക്കേണ്ടത്. ഒരു 2 കപ്പ് ചോക്ലേറ്റ് ആണ് ഞാൻ എടുത്തത്. അത് നമുക്ക് ഈ ചൂടുള്ള ഈ ഗ്ലേസിങ്ങിനുള്ളിലേക്ക് ഇട്ട് കൊടുക്കണം. ഇത് നമുക്ക് നല്ലതായിട്ട് നമ്മുടെ ഈ ചോക്ലേറ്റ് മെൽറ്റായി കിട്ടണം. നിങ്ങൾക്ക് വേണമെങ്കിൽ ഈ ചോക്ലേറ്റിനെ മെൽറ്റ് ചെയ്തിട്ട് ഇതിനുള്ളിലേക്ക് ചേർത്ത് കൊടുക്കാം. ഇനി നമുക്ക് ഇതിനെ നല്ലപോലെ ബീറ്റ് ചെയ്തെടുക്കണം. അപ്പോൾ നിങ്ങൾക്ക് ഇലക്ട്രിക് ബീറ്റർ ഇല്ല എന്നുണ്ടെങ്കിൽ നമ്മുടെ മിക്സിയുടെ ജാറിലോട്ട് ഇട്ടിട്ട് നല്ലപോലെ ഒന്ന് അടിച്ചെടുക്കുക. ഇതിനേക്കായി സൂപ്പറായിട്ട് വരും നമ്മുടെ മിക്സിയുടെ ജാറിൽ ഇടുകയാണെങ്കിൽ. അപ്പോൾ നമ്മുടെ ഗ്ലേസിങ് ഇവിടെ റെഡിയായി. ഇത് തന്നെയാണ് നമ്മുടെ അടിപൊളിയായിട്ടുള്ള ഗ്ലേസിങ്. ഇനി നമുക്ക് ചെയ്യേണ്ടത് ഇതിനുള്ളിലേക്ക് കളർ ചേർത്ത് കൊടുക്കണം. കളർ ചേർത്ത് കൊടുക്കുമ്പോൾ ഒരു പാർട്ട് നിങ്ങൾ ഈ വൈറ്റ് കളർ തന്നെ ആയിരിക്കണം. നിങ്ങളുടെ ഫുഡ് കളർ വൈറ്റ് ഫുഡ് കളർ ഉണ്ടെങ്കിൽ ഒരു പാർട്ടിൽ നിങ്ങൾ വൈറ്റ് ഫുഡ് കളർ ചേർത്ത് കൊടുക്കുക. ഇപ്പോൾ എൻ്റെ അടുത്ത് വൈറ്റ് കളർ ഇല്ലാത്തത് കൊണ്ട് ഞാൻ ഇത് തന്നെയാണ് യൂസ് ചെയ്യുന്നത്. പ്രത്യേകിച്ച് കളർ ചേർക്കുന്നില്ല. നമുക്ക് 2 പാർട്ടിൽ ഒന്നാമത്തതിൽ നല്ല കട്ടിക്ക് ഫുഡ് കളർ ചേർക്കണം. ഒന്നിൽ ലൈറ്റായിട്ട് ഫുഡ് കളർ ചേർത്താൽ മതി. അപ്പോൾ ആദ്യം നമുക്ക് ലൈറ്റായിട്ടുള്ള ചേർത്ത ഫുഡ് കളറിലേക്ക് ഇതുപോലെ ഒന്ന് ബീറ്റ് ചെയ്യാം. ശേഷം അടുത്ത നമ്മൾ ഇച്ചിരി തോനെ ചേർത്തില്ലേ, അത് ഒന്നുകൂടി നല്ല പോലെ ഒന്ന് ബീറ്റ് ചെയ്തെടുക്കാം. നമുക്ക് ഇഷ്ടമുള്ള കളറ് നമുക്ക് ചേർക്കാവുന്നതേ ഉള്ളൂ. ഇനി നമുക്ക് ലൈറ്റ് കളറ് ഇതിനുള്ളിലേക്ക് ചേർത്ത് കൊടുക്കണം. ശേഷം നമ്മൾ ഫുഡ് കളർ ചേർക്കാത്ത പാർട്ട് കൂടി ഇതിനുള്ളിലേക്ക് ചേർക്കാം. വൈറ്റ് ഫുഡ് കളർ ഉണ്ടെങ്കിൽ തീർച്ചയായും ചേർക്കുക, സൂപ്പറാണ്. അപ്പോൾ എൻ്റെ അടുത്ത് ഇല്ലാത്തത് കൊണ്ടാണ് ഞാൻ ചേർക്കാത്തത്. ഇനി നമുക്കൊരു ബൗൾ ഇതുപോലെ വെച്ച് കൊടുക്കാം. അപ്പോൾ നമ്മൾ 4 മണിക്കൂറായിട്ട് സെറ്റ് ചെയ്ത് വെച്ച നമ്മുടെ ചോക്ലേറ്റ് മൂസ് കേക്ക് നമുക്ക് പുറത്തെടുക്കാം. ഇനി നമുക്ക് മെല്ലെ ഇതൊന്ന് മാറ്റി കൊടുക്കാം. ശരിക്കും നല്ല ടേസ്റ്റിയാണ് ഈ ചോക്ലേറ്റ് മൂസ് കേക്ക്. അതിനുള്ളിലേക്ക് നമ്മുടെ ഈ ഗ്ലേസിങ്ങും കൂടെ ഒഴിക്കുമ്പോൾ നല്ല മനോഹരമായിട്ടുള്ളൊരു കേക്കാണ് നമുക്ക് കിട്ടുന്നത്. അപ്പോൾ ഞാനിവിടെ ഇതെടുത്തിട്ടുണ്ട്. മെല്ലെ മെല്ലെ വേണം ഇതൊന്ന് പുറത്തെടുക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഇനി നമുക്ക് ചെയ്യേണ്ടത് നമ്മുടെ ഗ്ലേസിങ് ഇതിനുള്ളിലേക്ക് ഒഴിച്ചു കൊടുക്കണം. അപ്പോൾ നമുക്ക് ആദ്യം ഈ ബൗളിൻ്റെ മുകളിലേക്ക് നമ്മുടെ ഈ കേക്ക് വെച്ച് കൊടുക്കാം. ഇനി നമുക്ക് നമ്മുടെ ഗ്ലേസിങ് പ്രത്യേകം ശ്രദ്ധിക്കുക. നിങ്ങൾ 3 കളറും കൂടെ മിക്സ് ചെയ്തിട്ട് ഇത് മിക്സ് ചെയ്യരുത്, സ്പൂണിട്ടോ ഒന്നും മിക്സ് ചെയ്യരുത്. അതാണ് നമുക്ക് ഇതിൻ്റെ മുകളിലേക്ക് ഇങ്ങനെ തന്നെ അങ്ങ് ഒഴിച്ചു കൊടുക്കണം. മിക്സ് ചെയ്യാതെ വേണം ഇങ്ങനെ ഒഴിച്ചു കൊടുക്കാൻ വേണ്ടിയിട്ട്. ഇത്രയേ ഉള്ളൂ. നല്ല മനോഹരമായിട്ടുള്ളൊരു മിറർ ഗ്ലേസ് കേക്കാണിത്. അപ്പോൾ തീർച്ചയായും ട്രൈ ചെയ്ത് നോക്കുക. വളരെ സിമ്പിളായിട്ട് നമുക്കിത് വീട്ടിൽ ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. അപ്പോൾ ട്രൈ ചെയ്ത് നോക്കിയിട്ട് ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത്. തീർച്ചയായും നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക. അതുപോലെ എൻ്റെ വീഡിയോ ആദ്യമായിട്ടാണ് നിങ്ങൾ കാണുന്നതെങ്കിൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്ത കൂട്ടുകാർ ഉടൻ തന്നെ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. അപ്പോൾ ഞാനിത് കുറച്ച് വെട്ടത്തോട്ട് വെച്ചൊന്ന് കാണിച്ചു തരാം. കണ്ടോ നമ്മുടെ മിറർ ഗ്ലേസ് കേക്ക്. അപ്പോൾ എല്ലാവരും തീർച്ചയായും വീട്ടിലൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. അപ്പോൾ നമുക്ക് വേണമെങ്കിൽ ഇഷ്ടമുള്ള കളറ് ഇതിൽ ചേർത്ത് കൊടുക്കാം. അതൊക്കെ നമ്മുടെ ഇഷ്ടം. വേണമെങ്കിൽ ഈ കളറ് കുറച്ച് ചേർത്തിട്ട് നമുക്ക് വെള്ള കളറ് കൂടുതൽ ചേർക്കാം. അങ്ങനെയും നമുക്ക് ഈ മിറർ ഗ്ലേസ് കേക്ക് തയ്യാറാക്കിയെടുക്കാം.